ഹലോ, എല്ലാവർക്കും SR26 കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന 4 എലഗൻ്റ് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കാണാൻ പോകുന്ന ഫസ്റ്റ് മെറ്റീരിയൽ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഫാബ്രിക് വന്നിട്ട് ഷിമ്മർ ജോർജറ്റ് ആണ് ഫാബ്രിക്. നമുക്ക് ഓപ്പൺ വ്യൂയിലേക്ക് പോകാം. ടോപ്പിൽ നമ്മൾ കാണാവുന്നത് പോലെ തന്നെ ഇങ്ങനൊരു നല്ലൊരു ഗോർജിയസ് ആയിട്ടുള്ളൊരു ത്രെഡ് വർക്ക് എംബ്രോയിഡറി, ഒരു കട്ട് വർക്ക് എംബ്രോയിഡറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ഡിസൈൻസ്, ഒരു ഫ്രഞ്ച് നോട്ട് ടൈപ്പ് ഓഫ് ഡിസൈൻസും രണ്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാനൽ പോലെയാണ് ഈ സീക്വൻസ് വർക്ക് ഇങ്ങനെ വരുന്നത്. ഒരു ബ്രോഡായിട്ട് ഒരു പാനൽ വർക്ക് പോലെയാണ് വരുന്നത്. ഒരു വി നെക്ക് പാറ്റേൺ ആണ് നമ്മുടെ ഫാബ്രിക്കിന്റെ ടോപ്പിന്റെ നെക്ക് പാറ്റേൺ വരുന്നത്. ബോട്ടം സെയിം കളർ സാൻഡൂൺ ഫാബ്രിക് ആണ്. ദുപ്പട്ട ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് ദുപ്പട്ട. വൺ സൈഡിൽ സ്മോൾ ആയിട്ടുള്ളൊരു ചെറിയൊരു സ്കാലപ്പ് ഡിസൈൻ, സിമ്പിൾ ആയിട്ടുള്ളൊരു സ്കാലപ്പ് ഡിസൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് സൈഡിൽ വന്നിട്ട് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു സ്കാലപ്പ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വിത്ത് ഒരു കോൺട്രാസ്റ്റ് കളർ ഒരു ചെറിയൊരു ഫ്ലവർ വർക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മെറ്റീരിയൽ വന്നിട്ട് ഒരു നല്ലൊരു ഡാർക്ക് ഒരു ബ്ലൂ കളറാണ്. ഒരു മിഡ് നൈറ്റ് ബ്ലൂ എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ബ്ലൂ കളർ ഷെയ്ഡാണ്. ഇതിലും നല്ലൊരു വി നെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. വി നെക്കിന്റെ ഇവിടെ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിത്ത് ഫ്ലവർ ഡിസൈൻസ് കാണാവുന്ന പോലെ തന്നെ ഇടയ്ക്ക് ഇവിടെ ഒരു സീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ വ്യൂയിലേക്ക് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ എന്തായാലും ഒരു പാനൽ, ഒരു ഡിസൈൻ പോലൊരു ഫാബ്രിക് ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു നെക്കിൽ മാത്രം ഒരു ഹെവി ആയിട്ടുള്ളൊരു വർക്കും ബോഡിയിൽ ഫുൾ ഇങ്ങനെ ചെറിയൊരു പാനൽ വർക്ക്സും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടം വന്നിട്ട് സാൻറ്റൂൺ ഫാബ്രിക് ആണ്. ബോട്ടം സെയിം കളർ ബോട്ടമാണ്. ദുപ്പട്ട ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് ദുപ്പട്ട. വൺ സൈഡഡ് ഹെവി സ്കാലപ്ഡ് ദുപ്പട്ടയാണ്. അതേപോലെ കാണാവുന്ന പോലെ തന്നെ വൺ സൈഡഡ് ഹെവി സ്കാലപ്ഡ് ദുപ്പട്ടയാണ്. വിത്ത് ഒരു നെക്ക് പോർഷനിൽ കൊടുത്തിട്ടിരിക്കുന്ന പോലെ തന്നെ ഒരു കോൺട്രാസ്റ്റ് കളർ ഒരു ത്രെഡ് വർക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഒരു നെക്സ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കാലപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഓൾ ഓവർ ദ ബോഡി ദുപ്പട്ടയിൽ ഇങ്ങനെ ചെറിയൊരു ത്രെഡ് വർക്കും മോട്ടീവ്സും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേയിഷ് ആഷ് കളറാണ് വന്നിട്ടുള്ളത്. അതിൻ്റെയും നെക്ക് പോർഷൻ വി നെക്ക് പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിത്ത് സീക്വൻസ് വർക്ക്, ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലവർ വർക്ക് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോഡിയിൽ ഫുൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാനൽ വർക്കും നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള 4 കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കായാലും വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 4 കളർ ഷെയ്ഡ്സ് ആണ്. ബോഡി ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് എംബ്രോയിഡറി, ഒരു ഫ്രഞ്ച് നോട്ട് ടൈപ്പ് ഓഫ് എംബ്രോയിഡറി ആണ് കേട്ടോ ഇത്. ഒരു ഫ്രഞ്ച് നോട്ട് ടൈപ്പ് ഓഫ് എംബ്രോയിഡറി വിത്ത് ചെറിയൊരു സീക്വൻസ് വർക്ക്, ഒരു ഫ്ലവർ ബഡിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെയാണ് നമുക്ക് നമ്മുടെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത്. ബോട്ടം സെയിം കളർ സാൻറ്റൂൺ ഫാബ്രിക് ആണ് ബോട്ടം. ദുപ്പട്ടയും സെയിം ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക്കിൽ ഒരു സൈഡഡ് ഹെവി സ്കാലപ്ഡ് ദുപ്പട്ടയാണിത്. വിത്ത് യോക്ക് പോർഷനിലുള്ള ഫ്ലവർ എംബ്രോയിഡറി പോലെ തന്നെ ഒരു ചെറിയ ഫ്ലവർ എംബ്രോയിഡറി. പിന്നെ ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ ചെറിയ വർക്ക്സ് വന്നിട്ടുണ്ട്. ത്രെഡ് വർക്കും ഇങ്ങനെ ചെറിയ ഇങ്ങനെ ത്രെഡ് വർക്ക് ഉണ്ട്. നമ്മുടെ ടോപ്പിൽ ഉണ്ടായിരുന്ന പോലെയുള്ള തന്നെ ത്രെഡ് വർക്ക് എംബ്രോയിഡറി നമ്മുടെ ഷോൾ ദുപ്പട്ടയുടെയും ബോഡിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് സൈഡിൽ ദുപ്പട്ടയുടെ നെക്സ്റ്റ് സൈഡ് ഉണ്ടല്ലോ, അവിടെയും ഇങ്ങനെ ചെറിയതായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കാലപ്പ് ഡിസൈനാണ്. അടുത്ത കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് മെറൂണിഷ് ഒരു വാമ്പയർ കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ നെക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി നെക്ക് വിത്ത് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ത്രെഡ് വർക്ക് എംബ്രോയിഡറി ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ വ്യൂ ഇങ്ങനെയാണ്. ആർക്ക് XXL ഒക്കെ തയ്ക്കാൻ പറ്റുന്ന ഒരു സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം ടോപ്പിന്റെ ലെങ്ത് ഓൾറെഡി 2.60 6 മീറ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ഏത് സൈസിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇറ്റ്സ് റിയലി അറ്റ് ആൻ അഫോർഡബിൾ റേറ്റ് ഓൾസോ. അപ്പോൾ നമുക്കൊരു അഫോർഡബിൾ റേറ്റിലാണ് 820 ആണ് നമ്മളിതിൻ്റെ റേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് റേറ്റ് സ്ക്രീനിൻ്റെ ടോപ്പിൽ എഴുതി കാണിക്കുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും സ്ക്രീനിൽ എഴുതി കാണിക്കേണ്ടതായിരിക്കും. ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. സോ ഇതിൻ്റെ ബോഡിയിൽ നമ്മൾ നേരത്തെ കണ്ട മെറ്റീരിയൽസിനെ പോലെ തന്നെ ചെറിയൊരു ഫ്രഞ്ച് നോട്ട് ടൈപ്പ് ഓഫ് വർക്കും പിന്നെ 2 സീക്വൻസ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ബോട്ടം സാൻറ്റൂൺ ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത്. സെയിം കളർ സാൻറ്റൂൺ ഫാബ്രിക്.
ദുപ്പട്ടയിൽ 1 സൈഡഡ് ഹെവി സ്കാലപ്ഡ് ദുപ്പട്ടയാണ്. വിത്ത് ആ യോക്ക് പോർഷനിലുള്ള പോലെ തന്നെ ഒരു ത്രെഡ് വർക്ക് എംബ്രോയിഡറി. നെക്സ്റ്റ് സൈഡിൽ വന്നിട്ട് ദുപ്പട്ടയുടെ നെക്സ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഒരു സ്കാലപ്പ് ഡിസൈനൊക്കെയാണ്. ദുപ്പട്ടയുടെ ഓൾ ഓവർ ദുപ്പട്ട ഇങ്ങനെ ചെറിയതായിട്ടുള്ളൊരു ത്രെഡ് വർക്ക് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ ഇത് സെയിം കളർ ഫാബ്രിക് ആയതുകൊണ്ട് സ്ക്രീനിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല. ബട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇങ്ങനെ നല്ലൊരു ചെറിയൊരു തിളക്കൊക്കെ ഉണ്ട്, ഒരു സിൽവർ കളർ ഒരു തിളക്കൊക്കെ ഉണ്ട്. ഇത് ഡുവൽ ടോൺ എന്നൊക്കെ പറയാൻ പറ്റും. ഷിമ്മർ ചോപ്ഡ് ഫാബ്രിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിളക്കം വരുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്താൽ മതിയാവും. റേറ്റ് സ്ക്രീനിൻ്റെ ടോപ്പ് കോർണറിൽ എഴുതി കാണിക്കും. 820 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.